മലയാളി ഫ്രം ഇന്ത്യ ഇന്നലെ വൈകിട്ടാണ് സിനിമ കണ്ടത്. അപ്പോൾ ഈ സിനിമേനെ കുറിച്ചിട്ട് എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അത് വേറൊന്നുമല്ല, അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും സ്പോയിലർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാം. അതിൽ സസ്പെൻസ് കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എനിവേ, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇതിന് മുന്നത്തെ സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കണം. ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും. ജനഗണമന തിയേറ്ററിൽ നിന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ജനഗണമന കണ്ട സമയത്ത് അതിലെ ഓരോ ഡയലോഗുകളും അടക്കം എനിക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബൂംസ്, രോമാഞ്ചം തന്ന പല ഡയലോഗുകളും ആ സിനിമയിലുണ്ട്. അന്ന് പക്ഷേ പല യൂട്യൂബ് റിവ്യൂസും അതിനെതിരെ റിവ്യൂ ഇട്ടായിരുന്നു. ഇതെന്ത് സിനിമയാണ്, അതായത് വാട്സപ്പ് വരുന്ന രാഷ്ട്രീയങ്ങൾ കൊണ്ട് നിറച്ച് വെറുതെ വലിച്ചു വാരി എഴുതിയിട്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞ് പല റിവ്യൂവേഴ്സും, നമ്മുടെ മല്ലു അനലിസ്റ്റ്, JBI അടക്കം പല റിവ്യൂവേഴ്സും അങ്ങനെ ഒരു റിവ്യൂ ചെയ്തു. ഞാനത് ഇതെന്താണ് ഇവർ പറയുന്നത്, സിനിമ മൊത്തത്തിൽ കണ്ടിട്ട് വേറൊരു വൈബായിരുന്നല്ലോ, അടിപൊളിയായിരുന്നല്ലോ എന്നാണ് എനിക്കന്ന് ഫീൽ ചെയ്തത്. അവരന്ന് എന്താണ് അന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. എക്സാക്ട്ലി അന്ന് അവർ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇന്ന് എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ ഇതുവരെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോളപ്പ് ചെയ്യുമ്പോൾ കാണുന്ന പലതരം രാഷ്ട്രീയങ്ങൾ ഒരു മെച്യൂർ അല്ലാത്ത രീതിയിൽ ഭയങ്കര ഇമ്മച്വറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ നമ്മുടെ രജനീഷായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഡിജോ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തലകുനിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല, അഭിമാനത്തോടെ ഇറങ്ങാമെന്നൊക്കെ. അത്രക്കൊന്നുമില്ല, സത്യം പറയാലോ. ഈ നിങ്ങൾക്ക് ഇപ്പോഴും മറ്റേ നമ്മുടെ ഈ മതമൈത്രി സംഭവമില്ലേ, ഫോട്ടോ, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് കൊട പിടിച്ച് നിൽക്കുന്ന പള്ളിയിലച്ഛൻ, ഇവർക്ക് രണ്ടുപേർക്കും കൂടി കാറ്റ് കൊള്ളിക്കാൻ വേണ്ടി വിശറിയും കൊണ്ട് വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു നമ്പൂതിരി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളില്ലേ. ഇതുപോലത്തെ ഫോട്ടോഷൂട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണുമ്പോൾ കോമഡി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ മറ്റേ സാധനം ഉണരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അടിപൊളി ഗംഭീരം സൂപ്പറായിരിക്കും. അല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യാതൊരു വികാരം ഉണ്ടാക്കില്ല. ആകെ ഈ സിനിമയിൽ കുറച്ച് വികാരം ഉണ്ടാക്കുന്നത് ജേക്സ് ബിജോയുടെ മ്യൂസിക് മാത്രമാണ്. ആ മ്യൂസിക് ഭയങ്കരമായിട്ട് സീനിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സീനിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പടമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഓക്കെ, ഒരു 5 കൊല്ലം മുന്നേ ആയിരുന്നെങ്കിൽ അതുപോലത്തെ സീനൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ മറ്റേ രോമാഞ്ചം കൊണ്ട് വേറെ ലെവലാവായിരുന്നു. പക്ഷെ ഇപ്പം ഒരു വികാരം ഉണ്ടായില്ല, സത്യം പറയാലോ, അങ്ങനത്തെ ഒരു സീനൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഭയങ്കര ഒട്ടും മെച്ചറല്ലാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് മൊത്തത്തിൽ ഈ തിരക്കഥയിൽ അവർ നടത്തിയിരിക്കുന്നത്. അത് അതെ, അതിന് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ആകെ ഇതിൽ പോസിറ്റീവ് പറയാനുള്ളത് മ്യൂസിക്കും പെർഫോമൻസുമാണ്. പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ എക്സ്പെഷ്യലി ഇതിനെടുത്ത് പറയണം, ധ്യാൻ്റെ ഒരു ക്യാരക്ടർ, എന്തിനോ കൂട്ടുകാരൻ, ഒരു നായകൻ്റെ ഒപ്പം ഉള്ളൊരു മണ്ടൻ കൂട്ടുകാരനുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ധ്യാൻ്റെ. പിന്നെ പറയേണ്ടത് നിവിനും ഇതിൽ വേറൊരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രം ചെയ്തൊരു വ്യക്തി, പുള്ളി എന്തായാലും കിടുവായിരുന്നു. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിവിൻ്റെയും. അതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 150 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഞാനെന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്കൊട്ടും കണക്റ്റ് ആവാഞ്ഞ, എനിക്കൊട്ടും വർക്ക് ആവാഞ്ഞ ഒരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.